ഓപ്പറേഷൻ നങ്കൂറിൽ നടൻ ദുൽഖർ സൽമാന്റെ ഒരു വാഹനം കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നു. കളമശ്ശേരിയിലെ ഷോറൂമിൽ നിന്നാണ് വാഹനം പിടിച്ചെടുത്തിരിക്കുന്നത്. ലക്കി ഭാസ്കർ സിനിമയിൽ ഉപയോഗിച്ച വാഹനമാണിത്. SS ശരണാണ് ചേരുന്നത്. ശരൺ, ഒരിടവേളയ്ക്ക് ശേഷം ഓപ്പറേഷൻ നങ്കൂറുമായി ബന്ധപ്പെട്ട വലിയൊരു അപ്ഡേറ്റ് വരികയാണ്. വിശദാംശങ്ങൾ എന്താണ്? വിനീത, ഓപ്പറേഷൻ നുംകൂറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നീക്കം, ഒരു നീക്കം കൂടി ഇപ്പോൾ കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അത് ദുൽഖർ സൽമാന്റെ ഒരു വാഹനം കൂടി പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, നടന്മാരായ ദുൽഖർ സൽമാനെ ഒപ്പം തന്നെ അമിത് ചക്കാലക്കലിനെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നതാണ്. അമിത് ചക്കാലക്കലിന്റെ 6 വാഹനങ്ങളും ദുൽഖറിന്റെ 3 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ തന്നെ നേരത്തെ കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നതാണ് ദുൽഖറിന്റെ ഒരു വാഹനം കൂടി അന്വേഷണ പരിധിയിലുണ്ടെന്നുള്ളത്. കഴിഞ്ഞ കുറേ കാലമായി കസ്റ്റംസ് ഈ വാഹനം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ കൂടിയാണ് കളമശ്ശേരിയിലെ ഒരു ഷോറൂമിൽ നിന്ന് ദുൽഖർ സൽമാന്റെ നിസാൻ പട്രോൾ വാഹനം പിടിച്ചെടുത്തിരിക്കുന്നത്. കസ്റ്റംസ് പറയുന്നത് ലക്കി ഭാസ്കർ സിനിമയിൽ ഉപയോഗിച്ച ഈ നിസാൻ പട്രോൾ വാഹനം, ഈ വാഹനമാണ് പിടിച്ചെടുത്തിരിക്കുന്നതെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇനിയും ദുൽഖർ സൽമാന്റെ വിശദീകരണം തേടാനുള്ള നടപടികളിലേക്ക് അടക്കം കസ്റ്റംസ് കടക്കുകയും ചെയ്യും. നേരത്തെ നമുക്കറിയാം, ഇത്തരത്തിൽ 4 വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. അതിൽ 3 വാഹനങ്ങൾ പിടിച്ചെടുത്തതിന് പിന്നാലെ ഡിഫൻഡർ വാഹനം, ലാൻഡ് റോവർ ഡിഫൻഡർ തിരികെ വേണമെന്നാവശ്യപ്പെട്ട് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതാണ്. ഹൈക്കോടതി അന്ന് കസ്റ്റംസിനോട് പരിഗണിച്ച് തീരുമാനമെടുക്കാൻ പറയുകയും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ കസ്റ്റംസ് അതിലൊരു വാഹനം വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നതാണ്. ഇതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ മറ്റൊരു വാഹനം കൂടി പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണെന്നുള്ളതാണ്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, ഇൻഡോ ഭൂട്ടാൻ കസ്റ്റംസ് സംയുക്ത യോഗം അത് കേരളത്തിലാണ് ചേർന്നത്. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ വെച്ച് ചേരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച വാഹനങ്ങൾ കേരളത്തിലേക്ക് കടത്തുന്നത്, ഇന്ത്യയിലേക്ക് കടത്തുന്നതും ഒപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ പരിശോധനകൾ നടത്താനും ഒക്കെ ഈ യോഗത്തിൽ തീരുമാനമാവുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെ കൂടിയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ, അതായത് നേരത്തെ 30-ലധികം വാഹനങ്ങളാണ് കസ്റ്റംസിന് കേരളത്തിൽ നിന്ന് മാത്രം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നത്. അതിൽ കൂടുതൽ വാഹനങ്ങൾ ഇപ്പോഴും കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ ഉണ്ടെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് കസ്റ്റംസ് ഉള്ളത്. ആ വാഹനങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ദുൽഖറിന്റെ മറ്റൊരു വാഹനം കൂടി പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരുപാട് വാഹനങ്ങൾ, 449 വാഹനങ്ങൾ ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയിരുന്നു എന്നുള്ളത് നേരത്തെ കസ്റ്റംസ് കണ്ടെത്തിയിരുന്നതാണ്. അപ്പോൾ ഈ വാഹനങ്ങൾ ഭൂരിഭാഗവും വന്നിരിക്കുന്നത് കേരളത്തിലേക്കാണ്. സ്വാഭാവികമായിട്ടും വിശ്വദീപ് ദാസ് ഈ വാഹനങ്ങൾ, അതായത് നികുതി വെട്ടിച്ച് ഈ വാഹനങ്ങൾ കടത്തുകയും അത് ഈ കോഴിക്കോട് സംഘത്തിന് വിൽക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് അവരാണ് ഇത്തരത്തിൽ നടന്മാരടക്കമുള്ള ആളുകളിലേക്ക് ഈ വാഹനങ്ങൾ ഏജന്റുമാർ മുഖേന എത്തിക്കുകയും ചെയ്തിരുന്നത്.